ഹലോ ഗൈസ്, അക്ഷയയിലേക്ക് പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു കാലിലോട്ടോഷ കിട്ടിയപ്പോൾ നേരെ വിട്ടു അക്ഷയയിലേക്ക്. മര്യാദയ്ക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അർജുൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണേ. വീട്ടിലുള്ള സകല സർട്ടിഫിക്കറ്റുകൾ എടുത്തുകൊണ്ട് പോയാലും എന്തെങ്കിലും ഒന്ന് മറന്നു വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏട്ടൻ്റെ ആധാർ എടുക്കാനാട്ടോ മറന്നുപോയത്. നേരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മ അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. ഏകദേശം റെഡി ആക്കിയിട്ട് അക്ഷയയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കൊടിയും വടിയൊന്നും എടുത്തിട്ടില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിലും കണ്ടിട്ട് സകല തുണികളും ഓപ്പൺ ടെറസിൽ വാരി വെതറിയിട്ടിട്ടാണ് പോകുന്നത്. ഉള്ള ബസ്സും പോയി, ഒരു ഓട്ടോ ആണെങ്കിൽ കിട്ടാനും ഇല്ല കേട്ടോ. പിന്നെ നടവണ്ടിയെ ശരണം വലിഞ്ഞു വിട്ടേ. ഈ പള്ളിയുടെ പണി എത്ര പെട്ടെന്നാണ് കഴിഞ്ഞെന്നറിയും. ഇതിനിടയ്ക്ക് വന്നപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല ഭംഗിയിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. റോട്ടുമ്പിലൊക്കെ നിറച്ച് വെള്ളമാണ് കേട്ടോ. ചില സമയത്ത് കുട്ടികളെക്കാട്ടിലും കഷ്ടമാണ്. ഇങ്ങനെ തെളിഞ്ഞ വെള്ളം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊന്ന് കാല് നനയ്ക്കാതിരിക്കാൻ തോന്നുക. അങ്ങനെ ആ വെള്ളത്തിൽ കൂടെ മൊത്തം നടന്ന് നേരെ മുന്നിലെത്തിയത് 3 നായ്ക്കളുടെ മുന്നിലാണ് കേട്ടോ. അതേ സ്പീഡിൽ തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും ഭാഗ്യത്തിൻ്റെ ഒരു ഓട്ടോറിക്ഷ കിട്ടി. വേഗം അതിൽ ചാടി കയറി വീട്ടിലെത്തിയിട്ടോ. നേരെ പോയത് ഓപ്പൺ ടെറസിലേക്കാണ്. എൻ്റെ തുണികളുടെ അവസ്ഥ ആകെ നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. തുണികൾ പോട്ടെ, ഈ ബ്ലാങ്കറ്റിൻ്റെ കാര്യം ഇനി 1 മാസത്തേക്ക് നോക്ക് വേണ്ട. ഇതാണെങ്കിൽ ഇന്ന് ഉണക്കി വെക്കണം എന്നും പറഞ്ഞിട്ടാണ് അർജു സ്കൂളിൽ പോയിട്ടുള്ളത് കേട്ടോ. അതൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഇന്ന് ചോറിൻ്റെ ഒപ്പം മത്തൻ്റെ ഇല തോരനും പിന്നെ മുരിങ്ങയിലയും പ്രോട്ടീൻ കുരുവും കറിയാണ് കേട്ടോ. ചക്കക്കുരു ആണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.